നമസ്കാരം. പ്രധാന വാർത്തകൾ. ഉത്സവത്തിനെത്തിച്ച ആനയിടഞ്ഞ് ഓടി കിണറ്റിൽ വീണു. ഇന്ന് വൈകിട്ടോടെയാണ് മലപ്പുറം കുന്നപ്പള്ളിയിൽ സംഭവമുണ്ടായത്. കുന്നപ്പള്ളി ഉണ്ണീന്തരംകാവിലെ ഉത്സവത്തിനിടെയാണ് സംഭവം. ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞ് ഓടി പൊട്ടക്കിണറ്റിൽ വീഴുകയായിരുന്നു. കിണറ്റിന് അധികം ആഴമുണ്ടായിരുന്നില്ല. ഉടൻ തന്നെ JCB എത്തിച്ച് ആനയെ കരക്ക് കയറ്റി. കൊല്ലത്ത് ഓയിൽ പാം എസ്റ്റേറ്റിൽ തീപിടുത്തം. പുക ശ്വസിച്ച് 3 തൊഴിലാളികൾക്ക് ദേഹാസ്വാസ്ഥ്യം. കണ്ടഞ്ചിറ എസ്റ്റേറ്റിന് സമീപമുള്ള 5 ഏക്കറോളം വരുന്ന എണ്ണപ്പനത്തോട്ടത്തിലാണ് തീപിടുത്തമുണ്ടായത്. പുക ശ്വസിച്ചതിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട 3 തോട്ടം തൊഴിലാളികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുളത്തൂപ്പുഴ, പുനലൂർ സ്റ്റേഷനുകളിൽ നിന്ന് അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കാനും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങളും തുടർന്നു. കടുത്ത വേനലിൽ ഇടക്കാടുകൾക്ക് തീപിടിച്ചതാണ് അഗ്നിബാധയ്ക്ക് കാരണമായതെന്ന് അഗ്നിശമന സേനാംഗങ്ങൾ അറിയിച്ചു. തോട്ടത്തിൽ പുതിയതായി പ്ലാന്റ് ചെയ്ത ആയിരക്കണക്കിന് എണ്ണപ്പന തൈകൾ കത്തിനശിച്ചു. ആൾതാമസമില്ലാത്ത മേഖലയായതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ പറഞ്ഞു. തട്ടിക്കൊണ്ടുപോയ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കണ്ടെത്തി. 2 ഗുണ്ടകൾ പിടിയിൽ. തിരുവനന്തപുരം മംഗലാപുരത്ത് നിന്നും തട്ടിക്കൊണ്ടുപോയ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കണ്ടെത്തി. ആറ്റിങ്ങലിന് സമീപം കീഴാറ്റിങ്ങലിലുള്ള റബ്ബർ തോട്ടത്തിൽ നിന്നാണ് വിദ്യാർത്ഥിയെ കണ്ടെത്തിയത്. പോലീസ് പിന്തുടർന്നെത്തി ആഷിഖിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. പോലീസ് എത്തുമ്പോൾ ഗുണ്ടാസംഘം തടഞ്ഞുവെച്ച നിലയിലായിരുന്നു വിദ്യാർത്ഥി. 2 പേരെ കൂടി പോലീസ് പിടികൂടി. 2 പേർ വാഹനത്തിൽ തന്നെ രക്ഷപ്പെട്ടു. ഇവർക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ വ്യാപിപ്പിച്ചു. ലഹരി സംഘമാണോ ആഷിഖിനെ തട്ടിക്കൊണ്ടുപോയെന്ന സംശയത്തിലാണ് പോലീസ്. ഇന്ന് വൈകിട്ട് 7 മണിയോടെയാണ് സംഭവം നടന്നത്. കാറിലെത്തി 4 സംഘം ആഷിഖിനെ ബലമായി പിടിച്ചുകൊണ്ടു പോവുകയായിരുന്നു. ഇതിന് പിന്നാലെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ടാങ്കർ ലോറിക്കടിയിൽപ്പെട്ടു. സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. സംഭവം അരൂർ കോടംതുരുത്ത് പഞ്ചായത്ത് 13ാം വാർഡിൽ എഴുപുന്ന സൗത്ത് കരുമാഞ്ചേരിൽ കാരിക്കുളത്ത് ജോസഫ് റെജിനോൾഡാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. എരമല്ലൂർ കണ്ണംകുളങ്ങര ഭാഗത്ത് വെച്ച് വൈകിട്ടാണ് അപകടമുണ്ടായത്. ജോസഫ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുമ്പോൾ എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ സ്കൂട്ടറിന്റെ പിന്നിലിടിച്ചാണ് അപകടമുണ്ടായത്. ബാരിക്കേഡിൽ ഇടിച്ച സ്കൂട്ടർ ഫുട്പാത്തിലേക്കും യാത്രക്കാരനായ ജോസഫ് ടാങ്കറിന്റെ അടിയിലേക്കും വീഴുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ ബുധനാഴ്ച ഹർത്താലിന് ആഹ്വാനം. കർഷക സംഘടനയായ ഫാർമേഴ്സ് റിലീഫ് ഫോറം, തൃണമൂൽ കോൺഗ്രസ് എന്നീ സംഘടനകളാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതേസമയം ഹർത്താലുമായി സഹകരിക്കില്ലെന്ന് ബസ്സുടമകളും വ്യാപാരികളും അറിയിച്ചു. കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ടെങ്കിലും ബസ് നിർത്തിവെച്ചുകൊണ്ടുള്ള ഹർത്താലിൽ പങ്കെടുക്കില്ലെന്ന് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് രാം മുരളീധരൻ അറിയിച്ചു.